അമ്മമ്മ ഇനി വീണ്ടും ചെറുപ്പകാലത്തെ പറ്റി ഒരു ഇച്ചിരി അറിയാൻ. അന്നത്തെ കാലത്ത് കറണ്ട് ഒന്നും ഇല്ലല്ലോ. വിളക്കാം. അതിനെപ്പറ്റി ആ കാലത്ത് എങ്ങനെയാ അമ്മമ്മയൊക്കെ പലയിടത്തൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തു? ദൂരയാത്രയൊക്കെ ചെയ്ത് എവിടെ? ദൂരയാത്ര ചെയ്യുന്നത് എൻ്റെ ഫാദർ ലീവ് ഉള്ളപ്പോഴല്ല. എൻ്റെ ഫാദർ എനിക്ക് ഓർമ്മയായി പിന്നെ പാലായിൽ ജോലി ചെയ്ത ഞങ്ങൾ ലീവ് കിട്ടുന്നുണ്ടെ ഞാനും എൻ്റെ ബ്രദറും കൂടെ പോകും. അവിടെ കത്തോലിക്കരുടെ സെന്റർ. എക്സാക്ട്ലി. വലിയ വലിയ പണക്കാരാണ്. പള്ളിയും എല്ലാം വലിയ വലിയ പള്ളികളാണ്. എൻ്റെ ഫാദർ പാനി, അവിടുത്തെ പാനി എന്ന് വെച്ചാൽ വലിയ ഇതാ. പാനിയൊക്കെ കൊണ്ടുവരും, വലിയ ഇതല്ല കൊണ്ടുവരുന്നത്. അതെന്താ ഒരു കള്ളു പോലെ ഒരു സാധനമാണോ? അല്ലല്ല, പാനി എന്ന് പറയുന്നത് തേൻ്റെ കൂട്ട. തേൻ്റെ കൂട്ട് പണ്ട് പഴയ പഞ്ചസാര ഇടുന്ന പഞ്ചസാരക്ക് വരെ ഈ പാനിയാ ഒഴിക്കുന്നത്. ശരി. ഒത്തിരി നല്ല സാധനമാണ്. അത്ര ഒറിജിനൽ കിട്ടത്തില്ല. ശരി. അതെന്ത് ശർക്കര കള്ള് പറ്റിച്ചെടുക്കുക എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ഞാനും അധികം കേട്ടിട്ടില്ല അതിനെപ്പറ്റി. പാലാലിരിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പാനി. അങ്ങനെ അവിടെ പോയി ഞാനും എൻ്റെ ബ്രദറും കൂടെ. അവർക്കൊക്കെ അന്നാ ഞാൻ ആദ്യമായിട്ട് പന്നിയെ കാണുന്നത്. പന്നി ഇല്ലല്ലോ അവർക്ക്. വലിയ എൻ്റെ ഒരു കത്തോലിക്കത്തെ വീട്ടിലായിരുന്നു. ഒരു വീട്ടിലെ ഫ്രണ്ടിനടുത്തായിട്ട് താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ ബ്രദറിനെയും കൊണ്ടുപോകും. 2-3 ആഴ്ച അവിടെ താമസിക്കും. കടകളിൽ നിന്ന് പിന്നെ ഹോട്ടലിൽ നിന്നായിരിക്കും സാപ്പാട്. പിന്നെ തിരുവല്ലായി വെച്ചാണ് റിട്ടയർ ചെയ്യുന്നത്. തിരുവല്ലായിൽ ഞാൻ പോയി താമസിക്കും. പെൻഷനായി 5 വർഷം കഴിഞ്ഞ ഉടനെ എൻ്റെ ഫാദർ 60 മദർ 97 വയസ്സില്ല. മദർ നല്ലതായിട്ട് മരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ട്. എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മ ചെറുപ്പത്തിലോട്ട് പോയാലേ നമ്മൾ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടില് മണ്ണെണ്ണ അല്ലേ? മണ്ണെണ്ണ വിളക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ പോയി മേടിക്കല്ലേ? ഓർമ്മയുണ്ടോ ആ കാലഘട്ടം? പിന്നെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് നല്ല കത്തിക്കും. പിന്നെ കല്യാണത്തിനും കപ്പ വയറുണ്ടായിരുന്നു. അതിനൊക്കെ പെട്രോമാക്സ് കൊണ്ടുവരും. പെട്രോമാക്സ് അന്ന് എന്റെ ബ്രദർ സിംഗപ്പൂരിൽ ആ കാലത്ത് പെട്രോമാക്സ് 2 കൊണ്ടുവന്നു. എന്റെ ബ്രദറിന്റെ കല്യാണ സമയത്ത്, മൂത്ത ബ്രദറിന്റെ കല്യാണ സമയത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇതില്ല, കറണ്ട് ഇല്ല. അങ്ങനെ എൻ്റെ 3 ബ്രദേഴ്സ് എൻ്റെ ഫാദർ ഉള്ളപ്പോഴായിരുന്നു കല്യാണം. എൻ്റെ അച്ഛൻ്റെ എൻ്റെ 2ാമത്തെ ബ്രദർ ഓർത്തഡോക്സ് സെമ്മാസനായിരിക്കുമ്പോഴേ കല്യാണം കഴിക്കണം. ഭയങ്കര ഗ്രാൻഡായിരുന്നു. അന്നേരം എൻ്റെ ഫാദർ പറയും എൻ്റെ മോളെ കെട്ടിക്കുമ്പോഴായതുപോലെ കല്യാണം അത്ര ആശയായിരുന്നു. അന്നേരം എൻ്റെ ബ്രദർ, പിന്നെ മൂത്ത ബ്രദർ അന്ന് ഹാർബർ ബോർഡിൽ ജോലി ഗവൺമെന്റ് ചെയ്ത് 6 വർഷം കഴിഞ്ഞിട്ട് 6 മാസത്തെ ലീവാണ്. അന്നേരം സിംഗപ്പൂരിൽ ഉപ്പാപ്പനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കല്യാണം ആലോചിച്ച് വേണ്ടാത്ത കല്യാണം കഴിച്ചില്ല. എൻ്റെ ഫാദർ മദർ ആലോചിക്കുന്ന മതി നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു. പിന്നെ അങ്ങനെ 3 ബ്രദേഴ്സ് എൻ്റെ ഫാദർ ഉള്ളപ്പം കല്യാണം കഴിച്ചു. അങ്ങനെ ഈ ചെറുപ്പത്തിൽ അമ്മമ്മയുടെ കൂട്ടുകാരൊക്കെ ഓർമ്മയുണ്ടോ? ആരൊക്കെ ആയിരുന്നു? അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. അത്ര വലിയ കൂട്ടുകാരെയൊന്നും ഇപ്പോഴും ഓർമ്മയില്ല. എന്നെ കൊണ്ടുപോകാൻ 2 പേരാ പ്രൈമറി സ്കൂളിൽ കൊണ്ടുപോകാൻ. ഒരാൾ കൊണ്ടുവരാനും നടന്നാ പോകുന്നത്. കൊണ്ടുവരാനും ഫാദർ അത്ര കെയർഫുൾ ആയിരുന്നു. പെൺപിള്ളേരില്ലായിരുന്നു ഉണ്ടായതുകൊണ്ട്. രാജകുമാരിയുടെ ഫാദർ ഉള്ളവരെ വളർത്തി തന്നെ. അതൊക്കെ ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകള്. ദിവസവും എൻ്റെ അമ്മ മാർത്തോമാക്കാരിയായിരുന്നു. ദിവസവും സന്ധ്യാവുന്നതിന് മുമ്പേ പാട്ടും പ്രാർത്ഥനയും. മദർ നല്ലപോലെ പാട്ട് പാടുമായിരുന്നു. അത് കഴിഞ്ഞ് ഏത് കാലഘട്ടത്തിലാണ് വീട്ടിലെ കറണ്ട് വന്നതെന്ന് ഓർമ്മയുണ്ട്? 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും വന്നോ? അതോ 10 നേരത്തെ അതിന് മുമ്പേ വന്നു? അല്ല, 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ കറണ്ട് വന്നോ? ഓർമ്മയുണ്ടോ? ഇല്ലില്ല, വന്നില്ല. വന്ന സമയമൊന്നും ഓർമ്മയില്ല. അന്നൊന്നും വന്നിട്ടില്ല. അന്നത്തെ കല്യാണ സമയം അപ്പോഴത്തേക്ക് 10 റാന്നിയിൽ 6ന്റെ അടുത്താണോ അമ്മമ്മയുടെ വീട്? അതോ ഒത്തിരി ദൂരം ഉണ്ടോ? 6ഒക്കെ കീക്കുഴിയൊക്കെ അടുത്ത. 6ന്റെ അടുത്ത, പമ്പയുടെ ഒക്കെ മേലെയാ. പക്ഷെ നീന്തലൊന്നും അറിയില്ല? അന്നും അറിയില്ല, ഇന്നും അറിയില്ല. അന്നൊക്കെ വിടത്തില്ലല്ലോ പഠിക്കാൻ. ഈ കോളേജിലെ 1 വർഷം പോയി കഴിഞ്ഞ് പിന്നെ 3 വർഷം ഹോസ്റ്റലിലായിരുന്നോ? അല്ലല്ല, നമ്മുടെ വീട് അടുത്ത 17 വീടിനടുത്ത്. അവിടുന്ന് എത്ര മൈലുണ്ട് വീട്ടിൽ നിന്ന്? കോളേജിൽ നിന്ന് കോളേജിലോട്ട്? കോളേജിൽ ഞങ്ങൾ മാക്കാങ്കുന്ന് വീടിന് അടുത്താണ് ഞങ്ങളുടെ സ്ഥലം. ഹോസ്റ്റലൊന്നും താമസിക്കേണ്ട ആവശ്യം വന്നിട്ട് ഹോസ്റ്റലിൽ താമസിച്ചു. ബസ്സിന് പോവാം? ബസ്സിനുള്ള കോളേജ് അത്ര അടുത്തായിരുന്നു. നടന്നാ പോയിട്ടുള്ളൂ. ബസ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അമ്മമ്മ ചെറുപ്പത്തില് തിരുവനന്തപുരം പട്ടണമൊക്കെ കണ്ടിട്ടുണ്ട്. ഫാദറിനെ മേത്തമണി. എന്റെ ഫാദർ അവിടുത്തെ ഗവൺമെന്റ് വലിയ പൊളിറ്റിക്സിലുള്ളായിരുന്നു. കോൺഗ്രസിലായിരുന്നു. വയലാക്കാരുമായിട്ടൊക്കെ വലിയ അടുപ്പമായിരുന്നു. വയലായിടുക്കളൊക്കെ മിക്കവാറും നമ്മുടെ വീട്ടിൽ ആയിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം.
പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ പഞ്ചായത്തിന്റെ ഇതിന് വേണ്ടി പോയപ്പോൾ ഞാനും എൻ്റെ ബ്രദറും എല്ലാം കൂടി ട്രിവാൻഡ്രത്ത് പോയി. ഒരാഴ്ച കൂടുതൽ അന്ന് ഫാദർ ലീവ് എടുത്തിട്ട് ഏതാണ്ട് കാര്യത്തിന് അന്ന് ഞാൻ ട്രിവാൻഡ്രമൊക്കെ കണ്ടിട്ടുണ്ട്. കോവളം എല്ലാം ഫാദറുള്ള കാലത്ത് എല്ലായിടത്തും കല്യാണം കഴിക്കുന്നതിന്റെ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അമ്മാമ ഇത്രയും യാത്ര ചെയ്തേലേ അമ്മാമ്മയെ ആശ്ചര്യപ്പെടുത്തിയ നാട്ടുകാരെങ്കിലും കണ്ടവരോ ഓർമ്മയോ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയ ആരെ പറ്റി ഓർമ്മയുണ്ടോ? അപ്പോൾ അത് വളരെ സർപ്രൈസ് ആയിപ്പോയി എന്ന് തോന്നിയ ഏതെങ്കിലും മലേഷ്യയിലോ ന്യൂഡൽഹിയിലോ ബോംബെയിലോ അങ്ങനെ ഓർമ്മയിലുണ്ടോ എന്തെങ്കിലും? സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ലെ അമ്മാമ്മയെ തിരിച്ചറിഞ്ഞോടിയോ? അങ്ങനെ സർപ്രൈസ് ആയിട്ടില്ല. മലേഷ്യയിൽ വന്ന് ഞങ്ങളുടെ പള്ളിയിലുള്ള വളരെ വളരെ ക്ലോസ് ആയി സ്വന്തം പള്ളിക്കാരെ പറയുന്നത് നിങ്ങൾ 3 പേരും ചേട്ടത്തിയനിയത്തിമാരുടെ കൂട്ടായി 2 പേരും പോയി. ഞങ്ങൾ വളരെ ചേട്ടത്തിയനിയത്തിമാരുടെ കൂട്ടായിരുന്നു. ഒരാളുടെ പേര് അമ്മിണി എന്നായിരുന്നു, ഒരാളുടെ പേര് എന്നെക്കാട്ടി മൂത്തതായിരുന്നു. 2 പേരും ഞങ്ങൾ വെരി ക്ലോസ് ആയിരുന്നു. എപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് കാർ ഓടിക്കുന്നതുകൊണ്ട് ആരെല്ലാം ഹോസ്പിറ്റലിൽ കിടന്നാലും അവരെയും കൂട്ടിയിട്ട് പോകും. ഞങ്ങൾ എല്ലായിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും കൂടുതലും പള്ളിക്കാരെല്ലാവരുമായിട്ട് വളരെ ക്ലോസാണ്. വളരെ സന്തോഷം അമ്മാമ ഇത്ര കാര്യങ്ങൾ പങ്കുവെച്ചാൽ. സമയക്കുറവുകൊണ്ടും വെളിച്ചക്കുറവുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. അമ്മാമ എനിക്ക് വേണ്ടി ഒരു 4 വരി പുസ്തകം എടുത്തിട്ട് ഒന്ന് പാടിത്തരണം. അമ്മയുടെ സൗണ്ട് നല്ല സൗണ്ടാണ്. ഒരു 4 വരി.